ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് പരിപ്പ് ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു 2 ടീസ്പൂണ് എടുത്ത് മാറ്റി വെച്ചു. ബാക്കി പരിപ്പ് പിന്നെ ഞാനൊരു ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുവാണ്. അതങ്ങ് പേസ്റ്റ് പോലൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി, തരി പോലെ അരഞ്ഞ് കിട്ടിയാൽ മതി. ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി കുനുകുന അരിഞ്ഞത്, പിന്നെ ഒരു 2-3 വറ്റൽമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ ഇത് ഓപ്ഷണലാണ്, കായം, അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു ശകലം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മാറ്റി നേരത്തെ വെച്ചിരുന്നില്ലേ പരിപ്പ് 2 സ്പൂണ്, അതും ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. മാക്സിമം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ്, പരിപ്പുവടയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പിലേക്ക് മാറ്റാം. ഈ അരയ്ക്കുമ്പം മാക്സിമം വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ അരയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ നന്നായിട്ട് ആ പരിപ്പ് തുവർത്തി എടുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവൂ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതാണ് അരച്ചത്. നമ്മുടെ കൈയുടെ വെള്ളയിലോട്ട് ആ ഒരു ഉണ്ടയാക്കിയ പരിപ്പ് വടയുടെ മിക്സ്ചർ ഇങ്ങനെ ചേർത്തൊന്ന് ഇങ്ങനെ പതിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. മാക്സിമം ചെറിയ ഉരുളകളാക്കി എടുക്കുന്നതായിരിക്കും നമുക്ക് ഒരു സൗകര്യം. ഞാനിവിടെ മാക്സിമം ചെറിയ ഉരുളകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായെന്ന് ഉറപ്പായിട്ട് മാത്രമേ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. പിന്നെ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടിക്കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമ്മുടെ പരിപ്പുവട നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പരിപ്പുവട ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, മക്കൾക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.